നമസ്കാരം. ജൂൺ 24-ാം തീയതി മുതൽ ജൂലൈ 3-ാം തീയതി വരെ ലോക്സഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ജൂൺ 26-ാം തീയതി ആയിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ആരായിരിക്കും സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുക എന്നത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ നിരവധി അഭ്യൂഹങ്ങൾ, നിരവധി റിപ്പോർട്ടുകൾ മറ്റും പുറത്തു വന്നിരുന്നു. എന്തായാലും പാർലമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് സ്പീക്കറുടേത്. അതുകൊണ്ട് തന്നെ ഈ പദവി വിട്ടുകൊടുക്കാൻ BJPക്ക് ഒട്ടും താല്പര്യമില്ല. TDPയും JDUവിനെയും പിണക്കാതെ തന്നെ ഈ വിഷയത്തിൽ രമ്യമായ ഒരു പരിഹാരം കാണാനാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം BJPക്ക് സ്പീക്കർ പദവി കൂടി ലഭിക്കുന്നത് സഖ്യകക്ഷികൾ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ പദവി ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. MP-മാർ അവരവരുടെ മണ്ഡലങ്ങളെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ സ്പീക്കർ സഭയുടെ നാഥനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാർലമെന്റിന്റെ ചട്ടപ്രകാരം ഈ സഭ നടത്തേണ്ട ചുമതല ലോക്സഭാ സ്പീക്കറുടേതാണ്. സഭാ സമ്മേളനം വിളിക്കുക, അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ആരൊക്കെ സഭയിൽ സംസാരിക്കണം എന്ന് തീരുമാനിക്കുക, ചട്ടലംഘനമില്ല എന്ന് ഉറപ്പാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ചർച്ചകൾ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക, ചോദ്യോത്തര വേള നിയന്ത്രിക്കുക എന്നിവയെല്ലാം സ്പീക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉൾപ്പെടും. സുപ്രധാന ബില്ലുകളിൽ ഇരുപക്ഷത്തിനും തുല്യമായി വോട്ട് ലഭിക്കുന്ന വേളയിൽ മാത്രമാകും സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തുക. മോശമായി പെരുമാറുന്ന അംഗങ്ങളെ സഭയിൽ നിന്നും പുറത്താക്കാനുള്ള അധികാരവും സ്പീക്കർക്ക് തന്നെയാണ്. പാർട്ടി മാറുന്ന അംഗങ്ങൾക്കെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതും സ്പീക്കർ തന്നെ. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്കെതിരെ പോലീസ് നടപടി എടുക്കുമ്പോൾ അതിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. സഭയുടെ വിവിധ കമ്മിറ്റികളുടെ മേൽനോട്ടം വഹിക്കുന്നത് സ്പീക്കർ തന്നെയായിരിക്കും. സുപ്രധാന മണി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ അത് അംഗീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേയാണ് സ്പീക്കർ സഭയിൽ പ്രവർത്തിക്കേണ്ടതെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ലോക്സഭയിലെ ഏതംഗത്തിനും സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാൻ സാധിക്കും. സീനിയോറിറ്റി, പരിചയസമ്പത്ത് അല്ലെങ്കിൽ പക്ഷപാതമില്ലാതെയുള്ള പ്രവർത്തനം തുടങ്ങിയ അടിസ്ഥാന ഗുണങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുക. 2014-ലും 2019-ലും BJPക്ക് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒട്ടും തന്നെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇത്തരം എല്ലാ വെല്ലുവിളികളെയും BJP എങ്ങനെ അതിജീവിക്കുമെന്നും ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് BJPയുടെ തന്നെ നേതാവ് എത്തുമോ എന്നതുമൊക്കെ കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.